ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങളൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അതായത് എൻ്റെ വെയിറ്റ് ലോസിനെ പറ്റി അതൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത് എല്ലാവരുടെയും ക്വസ്റ്റ്യൻസിനുള്ളൊരു ആൻസറാണിത്. കുറച്ച് ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ചിട്ടുണ്ട്, കുറച്ചെല്ലാം കോമൺ ആയിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം എന്നോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ഞാൻ ആൻസർ തരാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എൻ്റെ ഹൈറ്റ് എത്രയാണെന്നാണ്. ഞാൻ 167 സെൻറ്റിമീറ്റർ ആണ്, 167 സെൻറ്റിമീറ്റർ ആണ്. അപ്പം എൻ്റെ BMI വെച്ച് എനിക്ക് വരേണ്ട വെയിറ്റ് എന്ന് വെച്ചാൽ 67 കിലോയാണ്. ഇപ്പം ഞാൻ കറൻ്റ് ഉള്ളത് 70 കിലോയാണ്. 67 കിലോയാണ് നമ്മുടെ ഒരു ഹെൽത്തി ആയിട്ടുള്ളത്. പിന്നെ നമ്മളൊരു ഐഡിയൽ ഗോൾ വെക്കൂലോ, എനിക്ക് ഇത്ര കുറയ്ക്കണം എന്നുള്ളൊരു ഗോൾ വെക്കൂലോ. അപ്പം എനിക്ക് ഒരു ഗോളുണ്ട്, ഞാൻ വരും വീഡിയോസിൽ അത് പറയാം. അത് വരെ ഞാൻ വെയിറ്റ് ലോസ് ചെയ്യുന്നതാണ് എൻ്റെ ആഗ്രഹം. പിന്നെ അത് ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണ്. അപ്പം നിങ്ങളാണെങ്കിലും അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മളൊരു ഐഡിയൽ ഗോളിൽ എത്തിക്കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ ഇതേ രീതിയിൽ തന്നെ ഡയറ്റ് ഒന്നും ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പിന്നീട് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി. പിന്നെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാം. പക്ഷെ എന്തും കഴിക്കുവാണെങ്കിലും കൺട്രോൾ ചെയ്ത് കഴിക്കണം. ഓവറായിട്ട് കഴിച്ചിട്ടാണ് നമ്മൾ വണ്ണം വെച്ചത് എന്നുള്ളൊരു ബോധ്യം നമുക്ക് വേണം. എങ്കിലേ ഉള്ളൂ നമ്മൾ പിന്നീട് ഓവർ ഈറ്റിങ് ചെയ്യാതിരിക്കുള്ളൂ. അപ്പം നമ്മൾ കൺട്രോൾ ചെയ്ത് കഴിക്കുക. രണ്ടാമത്തെ, ഞാൻ ഡയറ്റിൽ എന്തൊക്കെ ഫുഡ് കഴിച്ചു എന്നുള്ളതാണ്. ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, അത് കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കണം. ഞാനിവിടെ ഐക്കാർട്ടിൽ കൊടുക്കാം. അപ്പം ഞാൻ സാധാരണ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഫുഡുകളാണ് കൂടുതലായിട്ടും കഴിച്ചത്. പിന്നെ ഞാൻ മാസത്തിൽ 2 തവണ ചീറ്റ് ഡേ എടുക്കും. അന്നേരം ഞാൻ പുറത്തുനിന്നുള്ള ഫുഡൊക്കെ കഴിക്കും. പക്ഷേ ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്യുന്നതെങ്കിൽ ഒരു ഫുൾ ബിരിയാണി ഞാനിപ്പോൾ കഴിക്കാറില്ല, ഹാഫേ കഴിക്കാറുള്ളൂ. അപ്പം നമ്മൾ പോർഷൻ കൺട്രോൾ ചെയ്യുക. ഇപ്പോൾ ബാർബിക്യൂ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ, എന്താണെങ്കിലും ഞാൻ ഇപ്പോൾ ബാർബിക്യൂ ആണെങ്കിൽ ഒരു 1/4 ബാർബിക്യൂ, അതും ഫുള്ളൊന്നും കഴിക്കത്തില്ല. നേരത്തെ എല്ലാം നല്ല രീതിയിൽ കഴിച്ചുകൊണ്ടിരുന്നു. ഇപ്പം എനിക്കറിയാം നമ്മൾ പിന്നീട് വെയിറ്റ് കൂടുമെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം കൺട്രോൾ ചെയ്താണ് കഴിക്കുന്നത്. പിന്നെ ഫ്രൂട്ട്സ് കഴിക്കുമ്പോഴത്തേന് കഴിവതും ഫ്രൂട്ടായിട്ട് തന്നെ കഴിക്കുക. ജ്യൂസ് ആക്കി കഴിക്കുമ്പോഴത്തേന് നമ്മൾ അതിനകത്ത് പഞ്ചസാര ആഡ് ചെയ്യും. പിന്നെ നമുക്ക് ഇപ്പോൾ നമ്മൾ ഒരാപ്പിൾ കഴിക്കുമ്പം കുഴപ്പമില്ല. നമ്മൾ ജ്യൂസ് ആയിട്ട് വരുമ്പോൾ അതിൽ ചിലപ്പോൾ 4 ആപ്പിൾ കാണും. 4 ആപ്പിൾ വേണമായിരിക്കും ഒരു ഗ്ലാസ് ജ്യൂസ് ആയിട്ട് വരാൻ. അപ്പോൾ പിന്നെ ക്വാണ്ടിറ്റി കൂടുവാണ്. അപ്പം ഈ എന്ത് ഫ്രൂട്ട്സും കഴിക്കുമ്പോൾ ആ ഫ്രൂട്ടായിട്ട് തന്നെ കഴിക്കുക, ജ്യൂസ് ആയിട്ട് കഴിക്കാതിരിക്കുക. പിന്നെ കഴിവതും പഞ്ചസാര അങ്ങ് ഒഴിവാക്കുക. അതിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ഷുഗർ ഫുള്ള് കട്ട് ചെയ്തോ ഡയറ്റിൽ എന്നുള്ളതായിരുന്നു. ഞാൻ ഫുള്ള് കട്ട് ചെയ്തോന്ന് ചോദിച്ചാൽ ഞാൻ ചായ കാപ്പി അതൊക്കെ നല്ല ഓണം കുടിക്കുമായിരുന്നു. 3-4 ചായയും കാപ്പി വരെയൊക്കെ കുടിക്കുമായിരുന്നു. അതിൽ പഞ്ചസാര നല്ല ഓടെ ഇടുമായിരുന്നു. ഒരു ഗ്ലാസ് കാപ്പിക്കൊക്കെ 2-3 സ്പൂൺ പഞ്ചസാര ഇട്ടാണ് ഞാൻ കുടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനത്തെയൊക്കെ ഒഴിവാക്കി. പിന്നെ ഞാൻ ഇടയ്ക്ക് വല്ല ചോക്ലേറ്റ്സ് ഒക്കെ കഴിക്കും. പിന്നെന്താ, എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ വല്ല നാരങ്ങ വെള്ളം ഉണ്ടാക്കുവാണെങ്കിൽ അതിൽ പഞ്ചസാര ഇടും. പിന്നെ പൊട്ടുവെള്ളരിയുടെ ജ്യൂസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുടിക്കാറുണ്ട്. അപ്പം അത് ഉണ്ടാക്കുമ്പോൾ പഞ്ചസാര ഇടും. പക്ഷെ ഞാൻ പഞ്ചസാരയുടെ അളവ് നല്ല രീതിയിൽ കുറച്ചു. പഞ്ചസാര നേരത്തെ ഞാൻ നല്ലവണ്ണം എനിക്ക് മധുരം വേണമായിരുന്നു. ഞാൻ ഡയറ്റ് തുടങ്ങിയപ്പോൾ മുതൽ പഞ്ചസാര ഇടുന്നതിൻ്റെ ഒരു അംശം പോലും, ഇപ്പോൾ 2 സ്പൂൺ ഇട്ടുകൊണ്ടിരുന്നെങ്കിൽ ഞാൻ ഒരു 1/2 സ്പൂണിലേക്ക് മാറി. അങ്ങനത്തെ ഒരു ഡയറ്റാണ് ഞാൻ കീപ്പ് ചെയ്തിരുന്നത്. പിന്നെ എന്തൊക്കെ എക്സസൈസ് ആണ് ഞാൻ ചെയ്തിരുന്നത്, ഞാൻ ഓൾറെഡി അതിനെക്കുറിച്ചും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. ഞാൻ ഏറ്റവും കൂടുതലായിട്ട് ചെയ്ത എക്സസൈസ് എന്ന് വെച്ചാൽ നടക്കുക. 1.5 മണിക്കൂർ നടക്കുക എന്നുള്ളൊരു എക്സസൈസാണ് ഞാൻ ചെയ്തത്. അല്ലാണ്ട് വേറെ ഒരു എക്സസൈസും ഞാൻ ചെയ്തിട്ടില്ല. കാരണം വേറെ ഉള്ളതൊക്കെ എനിക്ക് ഭയങ്കര ടഫായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ സിമ്പിൾ വേയിലുള്ള നടക്കുക എന്നുള്ളൊരു എക്സസൈസാണ് ചെയ്തത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വെച്ചാൽ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണോ ഞാൻ ചെയ്തതെന്ന്. അല്ല, ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഇത്ര ടൈമിൽ കഴിക്കാം, ഇത്ര ടൈം ഫാസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ അതല്ല ചെയ്തത്. ഞാൻ എല്ലാ നേരം ഫുഡ് കഴിക്കും, പക്ഷെ കഴിക്കുന്നതിൻ്റെ ക്വാളിറ്റി കൂട്ടിയിട്ട് ക്വാണ്ടിറ്റി കുറച്ചു. അതാണ് ഞാൻ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഒരുപാട് പോഷകങ്ങളൊന്നും ഇല്ലാത്തതും ഫൈബറും അതൊന്നും കഴിച്ചിരുന്നു. ഇപ്പം ഞാൻ അതൊക്കെ
ഫൈബറും പ്രോട്ടീനും ഒക്കെ കൂടുതലായിട്ട് കഴിച്ചിട്ട് ഫാറ്റ് കൂടുതലുള്ള ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കി. പിന്നെ എണ്ണ അങ്ങനത്തെ സാധനങ്ങൾ നമ്മുടെ ഒരുപാട് കറിക്കകത്തൊക്കെ ഒരുപാട് എണ്ണയൊന്നും യൂസ് ചെയ്യാണ്ട് എണ്ണയൊക്കെ വളരെ കുറച്ച്, പിന്നെ നെയ്യ്, ബട്ടർ അങ്ങനത്തേൻ്റെയൊക്കെ അളവ് ഞാൻ കുറച്ചു. പിന്നെ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടായിരിക്കും എല്ലാവരും ചോദിച്ചിട്ടുണ്ട് ഡിന്നർ ടൈം എപ്പോഴാണ്. 6 മണിക്ക് ഡിന്നർ 6 മണിക്ക് മുന്നേ കഴിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. പിന്നെ ഡിന്നർ കഴിച്ചു കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ 6 മണിക്ക് കഴിക്കുന്നതെങ്കിൽ നമ്മളൊരു 8 മണിക്ക് അല്ല 9 മണിക്കൊക്കെ കിടക്കുന്നതെങ്കിൽ അത്രയും നേരം ഒരു ഗ്യാപ്പ് ഉണ്ട്. നമ്മൾ എപ്പോഴാണോ കഴിച്ചു തുടങ്ങുന്നത് അന്നേരം തൊട്ട് നമ്മുടെ ദഹന പ്രക്രിയ നമ്മുടെ ശരീരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പലർക്കും അറിയത്തില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര നേരത്തെ ഫുഡ് കഴിക്കാവോ അത്രയും നേരത്തെ ഡിന്നർ കഴിക്കുക, കടന്നുറങ്ങുക. പിന്നെ വെള്ളം കുടിച്ചാൽ വയറ് കുറയുമെന്നാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. ആൾക്ക് ഒരുപാട് വയറുണ്ടെന്ന് എന്നോട് ഓൾറെഡി മെസ്സേജ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറയത്തില്ല. നമ്മൾ അതിനുള്ള എക്സസൈസും ഫുഡ് കൺട്രോളും ചെയ്താലേ നമുക്ക് വയറ് കുറയുള്ളൂ. അല്ലാണ്ട് വെള്ളം കുടിച്ചത് കൊണ്ട് മാത്രം വയറ് കുറയത്തില്ല എന്നാണ് എൻ്റെ ഒരു അനുഭവം. പിന്നെ എത്ര നാൾ കൊണ്ട് വെയിറ്റ് കുറയും, പെട്ടെന്ന് കുറയുമെന്ന്. ഇപ്പം നമുക്കും ഒരു ഡയറ്റ് എടുക്കുമ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു ക്യൂരിയോസിറ്റിയാണ് പെട്ടെന്ന് തന്നെ കുറയാൻ വേണ്ടി എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഞാൻ എന്താ ചെയ്തതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ അനുഭവമാണല്ലോ എനിക്ക് കൂടുതലും പറയാൻ പറ്റുള്ളൂ. ഞാൻ ഒരു മാസത്തിൽ 5 കിലോ വെയിറ്റ് കുറയ്ക്കണം എന്നുള്ളൊരു ഗോൾ സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഞാൻ എങ്ങനെയൊക്കെ പോലും 5 ഇല്ലെങ്കിലും 4 കിലോയിലും കുറയ്ക്കാൻ ശ്രമിക്കായിരുന്നു. പക്ഷെ എനിക്ക് എല്ലാ ആഴ്ചയിലും 5 കിലോ വെച്ച് കുറയുമായിരുന്നു. കാരണം ഞാൻ അത്രയ്ക്കും ഡെഡിക്കേഷൻ എടുത്തിട്ടുണ്ട്, അത്രയ്ക്കും ഫുഡ് കൺട്രോൾ ചെയ്തിട്ടുണ്ട്, അത്രയും ഞാൻ എഫേർട്ട് എടുത്തിട്ടുണ്ട്. എൻ്റെ എഫേർട്ടിനുള്ള ഫലവും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര നാളുകൊണ്ട് കുറയ്ക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ എടുക്കുന്ന ഒരു ഇതിനനുസരിച്ചിരിക്കും. നമുക്കൊരു ഗോൾ ഉണ്ടായിരിക്കും. 5 കിലോ വരെ കുറയ്ക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു വെയിറ്റ് ലോസ് ആണ്. അതിൽ കൂടുതൽ വെയിറ്റ് കുറയ്ക്കുന്നതിനെ പറ്റി എനിക്കൊരു അഭിപ്രായമില്ല. കാരണം കൂടുതൽ കുറയ്ക്കാൻ എല്ലാവരും പറയും, പക്ഷെ 5 കിലോ വരെ കുറയ്ക്കുന്നത് ഹെൽത്തി വെയിറ്റ് ലോസ് ആണ്. ഞാൻ ഡയറ്റീഷ്യനോട് ചോദിച്ചിട്ട് മനസ്സിലാക്കിയ കാര്യമാട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതിൽ കൂടുതലിനെ കുറിച്ച് എനിക്കറിയത്തില്ല. അപ്പം എത്ര മാസം എടുക്കും എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ എടുക്കുന്ന ഒരു എഫേർട്ട് അനുസരിച്ചിരിക്കും നമുക്ക് വെയിറ്റ് ലോസ് ആവുന്നത്. പിന്നെ വിശപ്പ് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളത്, എനിക്ക് അങ്ങനെ വിശപ്പ് കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല. ഞാൻ ആവശ്യത്തിനുള്ള ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെയാണ് വെയിറ്റ് ലോസ് ചെയ്തത്. പിന്നെ വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, വിശപ്പ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ നമുക്ക് എപ്പോഴും ഒന്നും ഉണ്ടാകത്തില്ല. പലപ്പോഴും നമ്മളുടെ തോന്നലാണ് എനിക്ക് വിശക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് ഫുഡ് കഴിക്കണം, എനിക്ക് എന്തോ തല കറങ്ങുന്നു, അങ്ങനെയൊക്കെ നമുക്ക് ഒരു ആർത്തി കാരണം തോന്നുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് വിശക്കുന്ന ടൈമുകളിൽ നമ്മൾ ഫുഡ് കഴിക്കും. അപ്പോൾ കഴിക്കുമ്പോൾ നമ്മൾ ഓവറായിട്ട് കഴിക്കാണ്ടിരിക്കുക. എനിക്ക് എപ്പോഴും പറയാനുള്ളൊരു കാര്യമാണത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഫുഡിൻ്റെ വീഡിയോസ് കാണാതിരിക്കുക, മറ്റുള്ളവർ ഫുഡ് കഴിക്കുന്നത് കാണാൻ. ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോസ് കാണാത്തവരാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അത് സാരമില്ല, ഞാൻ എത്ര ഡൗട്ട് ചോദിച്ചാലും പറഞ്ഞു തരാൻ ബാധ്യസ്ഥയാണ്. കാരണം ഞാൻ ഇതേ സ്റ്റേജിലൂടെ കടന്നു പോയതുകൊണ്ട് തന്നെ എനിക്ക് ബുദ്ധിമുട്ട് നന്നായിട്ട് അറിയാം. അപ്പം നമുക്ക് വിശപ്പെന്ന് പറയുന്നൊരു കാര്യം എനിക്ക് തോന്നുന്നത് നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ കാണുമ്പോഴും, അല്ലെങ്കിൽ മറ്റുള്ളവർ കഴിക്കുന്ന കാണുമ്പോഴും, അല്ലെങ്കിൽ ഫുഡിനെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെയാണ് നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾ വിശപ്പ് തോന്നുന്നത്. അപ്പം നമ്മൾ അത് മാക്സിമം അങ്ങ് ഒഴിവാക്കുക. എനിക്ക് വിശക്കുന്നില്ല എന്നുള്ള രീതിയിൽ പോകാൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ 4 മാസം കൊണ്ട് എങ്ങനെയാണ് ഞാൻ വെയിറ്റ് ലോസ് ചെയ്തതെന്നാണ് കുറേ പേര് ചോദിച്ചേക്കുന്നത്. ഞാനൊരു ഗ്യാപ്പ് ഇട്ടു. എനിക്കൊരു ഗോൾ ഞാൻ സെറ്റ് ചെയ്തു. എനിക്ക് ഇത്ര നാളുകൊണ്ട് വെയിറ്റ് കുറയ്ക്കണം എന്നുള്ളത് ഞാൻ സെറ്റ് ചെയ്തു. ഞാൻ അതിനുവേണ്ടി എഫേർട്ട് എടുത്തു. അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാണ്ട് എനിക്ക് വേറെ ടിപ്സോ അങ്ങനെയൊന്നും ഞാൻ സിമ്പിൾ വേയിലൂടെ അല്ല ഞാൻ വെയിറ്റ് ലോസ് ആയിട്ടുള്ളത്. ഞാനും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് എൻ്റെ വെയിറ്റ് ലോസ് ആയിട്ടുള്ളത്. മറ്റുള്ളവരൊക്കെ കേക്കും ഐസ്ക്രീമും ഒക്കെ കഴിക്കുമ്പോഴത്തേനും, എൻ്റെ വീട്ടുകാർ തന്നെ കഴിക്കുമ്പോൾ ഞാനത് നോക്കിയിരുന്നിട്ടുണ്ട്. കാരണം എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. പിന്നെ എൻ്റെ ബർത്ത്ഡേക്ക് ഒക്കെ വന്നപ്പോഴത്തേനും ഞാൻ നമുക്കിപ്പോൾ ബർത്ത്ഡേക്ക് നമുക്കിപ്പോൾ കേക്ക് മുറിക്കാതിരിക്കാൻ പറ്റുമല്ല. പക്ഷെ ഞാനത് കേക്ക് മുറിച്ചു കട്ട് ചെയ്ത്, പക്ഷെ ഞാൻ ഒരുപാടൊന്നും കഴിച്ചില്ല. വളരെ കൺട്രോൾ ചെയ്താണ് ഞാൻ കഴിച്ചത്. അങ്ങനെയാണ് ഞാൻ വെയിറ്റ് ലോസ് ആയത്. പിന്നെ അടുത്തത് എൻ്റെ വെയിറ്റ് ലോസ് ജേർണി.
എൻ്റെ വെയിറ്റ് ലോസ് ജേണിയെ കുറിച്ച് പറയുവാണെങ്കിൽ അത് ഒരു വീഡിയോ ഒന്നും പോരാ, ഒരുപാട് വീഡിയോ ചെയ്യാനുള്ള ഒരു കണ്ടന്റാണ് എൻ്റെ വെയിറ്റ് ലോസ് ജേണി. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. വെയിറ്റ് ലോസ് ചെയ്തിട്ടുള്ളവർ നമ്മളെല്ലാവരും ഒരുപാട് കളിയാക്കലും കുറ്റപ്പെടുത്തലും ഒക്കെ നേരിട്ടിട്ടാണ് വെയിറ്റ് ലോസ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. അപ്പം എനിക്ക് എല്ലാവരോടും പറയാനുള്ളതെന്ന് വെച്ചാൽ വെയിറ്റ് ലോസ് നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ ചെയ്യുക. എനിക്ക് വണ്ണം ഉണ്ടായിരുന്ന ടൈമിൽ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. നല്ല ചബ്ബി ആയിട്ടുള്ള ചീക്സും ഒരു 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 ഉണ്ടമ്മ, ഒരു നല്ല നല്ല തുടുത്ത ഒരു ഇതായിരുന്നു. പിന്നെ നമ്മുടെ ഫേസിനൊക്കെ നല്ലൊരു ഗ്ലോ ഉണ്ടായിരുന്നു ആ ടൈമിലൊക്കെ. ഇപ്പം അതൊക്കെ പോയി. മെലിയും തോറും നമ്മുടെ സ്കിന്ന്, നമ്മൾ വണ്ണം വെക്കുന്നതോറും നമ്മുടെ സ്കിന്ന് ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നല്ല സ്കിന്ന്, നല്ല ഗ്ലോയി സ്കിന്ന് നമുക്ക് കിട്ടും. അപ്പം ആ ടൈമിൽ എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. മറ്റുള്ളവരുടെ ഇഷ്ടം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ നമ്മളെക്കാട്ടും പ്രശ്നം മറ്റുള്ളവർക്കായിരിക്കും, അത് വേറെ കാര്യം. അപ്പം വെയിറ്റ് ലോസ് ജേണി ഞാൻ എന്തായാലും ഞാൻ പറയാം. അതൊരു വലിയ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ കുറച്ചൊരു ജേണി ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് കണ്ടു നോക്കുക. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഫുഡ് ചാർട്ട്. ഒരു ഫുഡ് ചാർട്ട് പറഞ്ഞു തരുമോ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഏജ് ഇങ്ങനെയാണ്, എൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെയാണ്, എനിക്ക് PCOD ഉണ്ട്, എനിക്കൊരു ഫുഡ് ചാർട്ട് പറഞ്ഞു തരാമെന്ന്. ഞാൻ ഓൾറെഡി എൻ്റെ ഒരു ഫുഡ് ചാർട്ടിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്തൊക്കെയാണ് കഴിച്ചതെന്നുള്ളത്. നമ്മുടെ വീട്ടിൽ സാധാരണയായിട്ട് ഉണ്ടാകുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് കഴിക്കാം. നമ്മൾ കൺട്രോൾ ഇല്ലാണ്ട് കഴിക്കുമ്പോഴാണ് നമുക്ക് വണ്ണം വെക്കുന്നത്. നമുക്ക് വയറ് നിറഞ്ഞില്ല, അല്ലെങ്കിൽ എനിക്ക് ഇനി ആവശ്യമുണ്ട്, അങ്ങനെയൊക്കെ തോന്നിയാണ് നമ്മൾ ഒരുപാട് ഫുഡ് കഴിക്കുന്നത്. അപ്പം അതൊന്ന് കുറച്ചിട്ട് നമ്മൾ വീട്ടിലുള്ള എന്തും കഴിക്കാം. മധുരം കുറയ്ക്കുക, ഓയിൽ കണ്ടന്റ് കുറയ്ക്കുക, നമ്മൾ ഓവർ ഈറ്റിങ് കുറയ്ക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റിയാൽ തന്നെ നമുക്ക് ഈ പൊണ്ണത്തടി കുറയ്ക്കാൻ സാധിക്കും. പിന്നെ ഫുഡ് ചാർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, അത് കണ്ടു നോക്കുക. എന്തൊക്കെയാണ് ഡയറ്റിൽ കഴിക്കാൻ പറ്റുന്ന സാധനങ്ങൾ എന്ന്. ഡയറ്റിൽ നമുക്ക് ഓൾറെഡി ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, നമ്മളുടെ വീട്ടിലുണ്ടാകുന്ന എല്ലാ സാധനങ്ങളും കഴിക്കാം. പക്ഷെ എല്ലാം ഒരു ലിമിറ്റ് വെച്ച് കഴിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമുക്ക് കഴിക്കേണ്ടാത്ത കാര്യങ്ങൾ വെച്ചാൽ ഷുഗർ, കേക്ക്, ചോക്ലേറ്റ്, പുറത്തുനിന്നുള്ള ജങ്ക് ഫുഡ്സ്, പിന്നെ മീറ്റ്, റെഡ് മീറ്റ്, പിന്നെന്താ പറയുന്ന ഏത്തപ്പഴം, അതൊക്കെ കഴിച്ച് പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ ആവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ വെയിറ്റ് ലോസ് ആണല്ലോ ആഗ്രഹിക്കുന്നത്. അപ്പം അത്, പിന്നെ ഈ സീതാപ്പഴം എന്നൊക്കെ പറയത്തില്ല, അതൊക്കെ കഴിച്ചാൽ പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ ആവും. അപ്പം നമുക്ക് വെയിറ്റ് ലോസ് ആണെങ്കിൽ നമ്മൾ റാഗി കൊണ്ടുള്ള ഫുഡ് കഴിക്കുക. പിന്നെ നമ്മൾ ചോറ് അമിതമായിട്ട് കഴിക്കാതിരിക്കുക. പിന്നെ എന്താ പറയുന്നത്, മുട്ടയുടെ മഞ്ഞ കഴിക്കാതിരിക്കുക. അങ്ങനെ ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പിന്നെന്താണ്, സ്കിന്ന് സാഗിങ് വന്നോന്ന്, ഈ വെയിറ്റ് ലോസ് ചെയ്തപ്പോൾ സ്കിന്ന് സാഗിങ് വന്നോന്ന് ഇല്ല. കാരണം എനിക്ക് വണ്ണം ഉണ്ടെങ്കിലും ഒരുപാട് ഇങ്ങനെ വയറാണെങ്കിലും ഒരുപാട് ചാടിക്കിടക്കുന്നില്ലായിരുന്നു. വയറുണ്ടായിരുന്നു, പക്ഷെ ഒരുപാട് എനിക്ക് അങ്ങനെ സ്കിന്ന് സാഗി ആകേണ്ട രീതിയിൽ എനിക്ക് അങ്ങനെ വന്നിട്ടില്ല. പിന്നെ എനിക്ക് ഡബിൾ ചിന്നൊക്കെ ഉണ്ട്, അതിപ്പോൾ ഇതുവരെയും കുറഞ്ഞിട്ടില്ല. ഈ വെയിറ്റ് ഇത്രയും കുറഞ്ഞിട്ടും അതൊന്നും പോയിട്ടില്ല. അതൊക്കെ കുറയ്ക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിനൊക്കെയുള്ള ടിപ്സ് വഴിയെ പറഞ്ഞു തരാം. അപ്പം എനിക്ക് അങ്ങനെ സ്കിന്ന് സാഗിങ് വന്നിട്ടില്ല. അപ്പം അങ്ങനെ വന്നിട്ടുണ്ടായുള്ള ആളായിരിക്കും എന്നോടത് ചോദിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫേസിലെ സ്കിന്നൊക്കെയാണ് സാഗ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ എക്സസൈസ്, അതായത് ഡബിൾ ചിന്ന് കുറയ്ക്കാനുള്ള എക്സസൈസ് ഉണ്ടല്ലോ, അതുപോലത്തെ എക്സസൈസ് ഒക്കെ സ്കിന്ന് സാഗി ആകുകയാണെങ്കിൽ ചെയ്യുക. പിന്നെ വയറൊക്കെ സാഗി ആണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അയാൾ ഒന്നുകൂടെ വന്നിട്ട് എന്നോട് കമൻറ്റ് ഇടുകയാണെങ്കിൽ എനിക്കറിയാൻ പറ്റും. പിന്നെ എത്ര ഡേ കൊണ്ടാണ് 20 കിലോ കുറച്ചത്? ഞാൻ 4 മാസം കൊണ്ടാണ് 20 കിലോ കുറച്ചത്. എനിക്കതിൽ പ്രൗഡുണ്ട്. കാരണം എന്താ പറയുക, ഞാനൊരു ഗോൾ സെറ്റ് ചെയ്തു, ആ ഗോൾ അച്ചീവ് ചെയ്യാനും എന്നെക്കൊണ്ട് സാധിച്ചു. അതുകൊണ്ട് തന്നെ എന്നെക്കൊണ്ട് സാധിച്ച കാര്യമാണെങ്കിൽ നിങ്ങളെക്കൊണ്ട് എല്ലാവരെക്കൊണ്ടും സാധിക്കാൻ പറ്റും. എനിക്ക് അത്രയും മടിയുള്ള ഒരാളാണ്. മടി കൊണ്ടാണ് നമുക്ക് പലപ്പോഴും നമുക്ക് ഈ വണ്ണമൊക്കെ വെക്കുന്നത്. മടിയില്ലെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും, നമുക്ക് ലൈഫ് സ്റ്റൈലിൽ നമ്മൾ നിത്യ ജീവിതത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഈ വണ്ണം വെക്കാണ്ടിരിക്കാനുള്ള പല കാര്യങ്ങളുണ്ട്. നമുക്ക് മടിയാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം അത് മാറ്റുക, എന്നിട്ട് വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യുക.
പിന്നെ വെയിറ്റ് ലോസ് ടിപ്സ്, എൻ്റെ ദൈവമേ എത്ര പേരാ അത് ചോദിച്ചിരിക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ടിപ്സ്, ട്രിക്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എളുപ്പ വഴിയിൽ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാണ്ട് നമ്മൾ സ്ട്രെയിറ്റ് വേയിലൂടെ പോകാനാണ് ഞാൻ പറയുള്ളൂ. നമുക്കിപ്പം ഒരുപാട് നമ്മൾ കാണുന്നുണ്ട്, ഇന്നത് ചെയ്താൽ മതി, ഞാൻ അതിനൊന്നും എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്നില്ല. പക്ഷെ നമ്മൾ ഹെൽത്തി വേയിൽ വെയിറ്റ് ലോസ് ചെയ്യുവാണെങ്കിൽ അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. സിമ്പിൾ വേയിലൂടെയാണ് നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്നതെങ്കിൽ പിന്നീട് ആ പോയ വണ്ണം പിന്നീട് അതേപടി ഉൾട്ടയായിട്ട് തിരിച്ചു വരും. അപ്പോൾ നമ്മൾ ഹെൽത്തി രീതിയിൽ ഇച്ചിരി കഷ്ടപ്പെട്ട് തന്നെ നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നീട് കഷ്ടപ്പെടേണ്ടി വരികയില്ല. പിന്നെ സജഷൻ ഫോർ സ്റ്റാർട്ടിങ് വെയിറ്റ് ലോസ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ഒരു സജഷൻ. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എനിക്ക് പറയാനുള്ള സജഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ക്വിറ്റ് ചെയ്യാണ്ടിരിക്കുക. തുടർച്ചയായിട്ട് നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുക, വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഫുഡ് നല്ലോണം കൺട്രോൾ ചെയ്യുക. നല്ലോണം എന്ന് ഞാൻ പറയുന്നില്ല, നമ്മളൊരു മിനിമം രീതിയിൽ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നതിൽ ഒരു 50% കൺട്രോൾ ചെയ്താൽ തന്നെ നമുക്ക് ഒരു എക്സസൈസും ഇല്ലാണ്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ നമ്മളെ കൊണ്ട് പറ്റാത്തതായിട്ട് ഒന്നും ഇല്ലെന്നുള്ള ഒരു മോട്ടീവ് നമ്മുടെ മനസ്സിലെടുക്കുക. പിന്നെ നമ്മൾ പഴയ ഫോട്ടോസ് നമ്മുടെ കുറച്ച് ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ നമ്മുടെ ആരെയൊക്കെ കാണിച്ചിട്ട് അവർ നമ്മൾ എത്ര നന്നായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു മോട്ടിവേഷൻ വരും. പിന്നെ നമുക്ക് മോട്ടിവേഷൻ കൂടുതലായിട്ട് ആരുടെ നിന്നാണ് കിട്ടുന്നത്, അവരുമായിട്ട് കൂടുതൽ മിങ്കിൾ ചെയ്യാൻ തുടങ്ങുക. പിന്നെന്താ പറയാനുള്ളത്, എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, എനിക്ക് ഇത് അച്ചീവ് ചെയ്യണം, എനിക്ക് എന്നെ കൊണ്ട് സാധിക്കുകയില്ല എന്ന് പറഞ്ഞവരുടെ മുമ്പിൽ ഇത് അച്ചീവ് ചെയ്ത് കാണിക്കണം എന്നുള്ള ഒരു ധൈര്യം നമ്മൾ എടുക്കുക. അങ്ങനെയാണെങ്കിൽ തന്നെ ഞാൻ അങ്ങനെ ഒരു നിശ്ചയമാണ് എടുത്തത്. അപ്പം എനിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിച്ചു. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. എല്ലാവർക്കും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ബൈ.